ഇറാന് നിരവധിയായ ദൗർബല്യങ്ങൾ ഉണ്ട്. അവർക്ക് ഇതുവരെയും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഒരു ന്യൂക്ലിയറൈസ്ഡ് നേഷൻ അല്ല. എങ്കിൽ പോലും അവരെ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇത്രയധികം ഭയക്കുന്നത്, ഇത്രയധികം അമേരിക്ക വിലപേശലുമായി മുന്നോട്ട് വരുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, അവരുടെ കൃത്യമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ എത്രത്തോളം വിശാലമാണ് എന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ അറിയാം. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇറാൻ ഈ അടുത്ത റഷ്യയുമായി ഉപാധികളൊന്നുമില്ലാതെ റഷ്യയ്ക്ക് വേണ്ടി കൃത്യമായി കടൽ മാർഗം പൈപ്പ് ലൈൻ, അതായത് നാച്ചുറൽ ഗ്യാസിന് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് തുടക്കം കുറിക്കാൻ കരാറുകൾ ഒപ്പിടാൻ തയ്യാറാകുന്നത്. ഇസ്രയേലിനെ തകർക്കുക എന്നുള്ളത് ഇറാന്റെ പരമോന്നത ലക്ഷ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്രയധികം നരവേട്ടയാണ് അവർ ഫലസ്തീനോട് ചെയ്തത്. ഇപ്പോൾ ഇറാൻ ഈ രീതിയിലുള്ള പ്രതികരണവുമായി ഒരുപക്ഷെ അവർക്ക് ഏതൊക്കെ നയങ്ങളാണ് പ്രാധാന്യം എന്നതും അവരുടെ വിദേശകാര്യ നയങ്ങൾ എന്താണെന്നുള്ളതും പല രാജ്യങ്ങൾക്കും പൊടുന്നനെ മനസ്സിലാകുന്ന പോലുമില്ല. ഫ്രാൻസും അതുപോലെ തന്നെ റഷ്യയും ഇറാനുമായി നല്ല സൗഹൃദത്തിലുള്ള രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇവർ രണ്ടുപേരും സുരക്ഷാ സമിതിയിലെ അംഗങ്ങളുമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ സുരക്ഷാ സമിതിയിൽ ഇറാനെതിരായി ഒന്നും പറയില്ല എന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ സുരക്ഷാ സമിതിയിൽ സ്ഥിര അംഗത്വമുള്ള ബ്രിട്ടനുമൊക്കെ വലിയ പ്രഹരത്തിലേക്ക് പോകും. ബ്രിട്ടൻ നിഷ്പക്ഷ നിലപാടിലേക്കൊക്കെ പോകുന്നുണ്ട്. കെയർ സ്റ്റാമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫലസ്തീനെ മോചിപ്പിക്കുക, ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കുക ഇസ്രായേലിന് ഒട്ടും ദഹിക്കാത്ത കാര്യമാണ്. പക്ഷേ ഫ്രാൻസ് അതിൽ ശക്തമായ നിലപാടിലാണ്. ഇമ്മാനുവൽ മാക്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ടെറർ ഫണ്ടിങ് നടത്തുന്നവരല്ല, അവർ FATFന്റെ കീഴിൽ വരുന്നവരല്ല. അവർ ഒരു കാരണവശാലും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ അവരെ കഴിയില്ല, അവരുടെ പ്രോക്സി ഗ്രൂപ്പിനെ കഴിയില്ല. ഹമാസും ഹിസ്ബുള്ളയും ഒന്നും ഭീകര സംഘടനയല്ല. അവർ കൃത്യമായും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം അവർ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി, അവർ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അനാവശ്യമായുള്ള ഹിംസ ഒന്നുമല്ല അവർ അവലംബിക്കുന്നത് എന്നത് ഓർമ്മ വേണം. പാകിസ്ഥാനെ പോലൊരു ഭീകര രാജ്യത്തെ പരിപൂർണമായി സഹായിക്കുകയും അവിടുത്തെ ഭീകരരുടെ തലവൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന അസിം മുനീറിനെ പോലെ ഒരാൾക്ക് ചുവന്ന പരവതാനി വിരിക്കുകയും ചെയ്യുന്ന ട്രംപിനെ നമുക്ക് നമ്പാൻ കൊള്ളാമോ? അദ്ദേഹം താരിഫ് ഇമ്പോസിഷൻ നടത്തിക്കൊണ്ട്, താരിഫിനെ ഇരട്ടിയിലധികമാക്കിക്കൊണ്ട് പരമാവധി ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മാത്രമല്ല, റഷ്യ മാത്രമല്ല, ആരൊക്കെ സാമ്പത്തികപരമായി വളരുന്നോ അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ തന്ത്രം. പൊളിച്ചടുക്കണം ട്രംപിൻ്റെ ഈ നാണം കെട്ട കളികളെ എന്ന് ഒരു കൂട്ടം രാജ്യങ്ങൾ ഉറപ്പിക്കുകയാണ്. അതിൽ ഇറാനും ഉൾപ്പെടുന്നു. ഇറാൻ ഇനി ഒരു വിലപേശലിന് അമേരിക്കയ്ക്ക് മുമ്പിൽ നിന്നു കൊടുക്കില്ല.